ഞാൻ ഒരിക്കലും സിനിമ കൊച്ചിലൊന്നും സ്വപ്നം കണ്ടിരുന്നില്ല. അപ്പോൾ അധികം താമസിക്കാതെ കല്യാണവും നടന്നു. ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു. ഇപ്പം മക്കളൊക്കെ ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പം ഞാൻ എല്ലാവരും ചോദിക്കും, ആഹാ 3 മക്കളുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് 4 കൊച്ചു മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, വളരെ ചെറുപ്പത്തിൽ ഞാൻ കല്യാണം കഴിച്ചു. എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ എൻ്റെ മനസ്സിൽ അതൊന്നും കയറിയിട്ടില്ല, ഈ സിനിമ എന്നൊന്നും ഉള്ള സ്വപ്നമൊന്നും. ഞാൻ കലാരംഗത്ത് വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വന്നപ്പോഴാണ് ഞാൻ കലാരംഗത്ത് വരുന്നത്. ചേട്ടൻ നീ എന്നാ അഭിനയിക്കാൻ നേരപ്പോൾ ആ ഒരു റിയാക്ഷനെ കണ്ടപ്പോൾ സങ്കടം വന്നു. എന്നാ ചെയ്യാൻ, ഞാൻ വരുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ പകുതിക്കാക്കി എല്ലാവരും പോയി. ദൈവം വിളിക്കുമ്പോൾ പോയല്ലേ പറ്റൂ. ആ പെട്ടെന്ന് ഫീൽ അതാണ് കണ്ണു നിറഞ്ഞേ. ചെറുപ്പകാലത്തിലാണെങ്കിലും ഒരുപാട് മുടിയും അതുപോലെ തന്നെ നിറത്തിന്റെ കാര്യത്തിലാണെങ്കിലും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സൈന സൗത്ത് പ്ലസ്. മലയാള സിനിമകളിൽ ഏകദേശം 300-ലധികം സിനിമകളിലൂടെ മലയാളികളെ ഞെട്ടിച്ച മലയാളത്തിന്റെ സ്വന്തം പൊന്നും കുടമായ പൊന്നമ്മ ബാബുവാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. വെൽക്കം പൊന്നമ്മ ചേച്ചി. നമസ്കാരം. 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 പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. എപ്പോൾ സംസാരിച്ചാലും ആ ഒരു പോസിറ്റിവിറ്റിയോട് കൂടിയാണ് സംസാരിക്കുന്നത്. 2024 അവസാന ഭാഗത്ത് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് എത്തിയൊരു സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്ബ്. അതിൽ ഞങ്ങളെ അങ്ങ് ഞെട്ടിച്ചു പൊന്നമ്മ ചേച്ചി. ഇപ്പോഴും നല്ല രീതിയിൽ റെസ്പോൺസസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക്. എങ്ങനെ തോന്നുന്നു ആ ഒരു സിനിമ? സന്തോഷം. നമ്മളൊരു വ്യത്യസ്തമായൊരു ക്യാരക്ടറിലേക്ക് വന്നപ്പോൾ ഞാനത് എന്താ പറയണേ, ആദ്യമായിട്ടാണ് ഈ ആക്ഷൻ ഇങ്ങനെയുള്ള സീക്വൻസുകളൊക്കെ അഭിനയിക്കുന്നത്. അപ്പം അത് ജനങ്ങളത് ഏറ്റെടുത്തു. അത് ജനങ്ങളതിൽ കൈയടിക്കുന്നു, അവർ സന്തോഷിക്കുന്നു. നമ്മളെ കാണുമ്പോൾ നമ്മളോട് ഭയങ്കരമായിട്ട് അവർ നമ്മളെന്താ പറയുന്നത്, നമ്മളങ്ങ് ചേർത്തങ്ങ് നിർത്തുമോ അവർ. നമ്മൾ നേരിട്ട് കുറേ അനുഭവിച്ച കാര്യങ്ങൾ നമുക്കുണ്ടേ. നമ്മൾ തിയേറ്റർ വിസിറ്റിങ്ങിനൊക്കെ പോയപ്പോൾ അവരുടെ സ്നേഹം നമ്മൾ കണ്ടതാണ്. അവരിപ്പം വിളിച്ചു പറയുക, എന്നെ വിളിക്കുക, അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എന്നെ മറന്നിരുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ എന്നെ വിളിക്കുന്നു, എനിക്ക് മെസ്സേജ് അയക്കുന്നു. മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി മൂഡില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയായിരുന്നു ശോശ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ആഷിക്കേട്ടൻ വിളിക്കുന്നത്? ശോശ അല്ല, ഇങ്ങനൊരു രാമേട്ടൻ്റെ വൈഫായിട്ടാണ്, ഒരു ക്ലബ്ബാണ് എന്നാ പറഞ്ഞുള്ളൂ. 25 ഡേയ്സ് വേണം പറഞ്ഞു. അപ്പോൾ എനിക്കല്ല തന്നെ ആഷിക്കേൻ്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ എന്നെ എടുത്തൊന്നും ചോദിച്ചില്ല. എന്തെങ്കിലും ഇല്ലാതെ എന്നെ വിളിക്കില്ല എന്ന് എനിക്കറിയാമല്ലോ. അപ്പം ഞാനങ്ങനെ അവിടെ സെറ്റ് ചെല്ലുന്നു. ചെന്നപ്പോൾ എൻ്റെ അടുത്ത് ശ്യാം പുഷ്കർ പറയുന്നു, ഞങ്ങളിങ്ങനെ ഒരുപാട് സിനിമകളിൽ ചേച്ചിയെ ഞങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പലതും ഞങ്ങൾ നോക്കിയിട്ടുള്ളതാണ്. അതിന് പറ്റിയൊരു ഒരു പ്ലേസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതൊന്നും എവിടെയൊന്നും കൊണ്ട് ഒരു ക്യാരക്ടറിൽ കൊണ്ട് നമ്മൾ നിർത്താൻ പറ്റിയ ഒരു സംഭവം ഞങ്ങളിലോട്ട് ഞങ്ങൾക്കത് വന്നില്ല. അതുകൊണ്ടാ ചേച്ചിയെല്ലാം ഓർക്കാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറയും ശ്യാം പുഷ്കർ എന്നെ കണ്ടപ്പോൾ. അപ്പോൾ ഇതിനകത്ത് ചേച്ചിക്ക് പറ്റിയൊരു ക്യാരക്ടർ വന്നു, വേണ്ട ചേച്ചി ഞങ്ങൾ വിളിച്ച് എന്ന് പറഞ്ഞു. അപ്പോഴും കഥയൊന്നും അറിയത്തില്ല. കഥ കേൾക്കുന്നതിന് മുന്നേ തന്നെ ആ കഥയെ അറിയില്ല. ഈ സിനിമ ഡബ് ചെയ്യുമ്പോഴും കഥ അറിയത്തില്ല. അപ്പൊ ഒരു ക്യാരക്ടർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയത്തില്ല. ഒരു സാധാരണ ഒരു സിനിമയുടെ ഒരു വർക്ക് വരുമ്പോൾ നമുക്ക് കഥ നമ്മളോട് പറയും. അത് ഞാൻ ഇവരെ പടാകുമ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കേണ്ടിയും വന്നില്ല. കാരണം ഞാൻ ചെയ്യേണ്ട സീക്വൻസുകൾ അവർ എനിക്ക് പറഞ്ഞു തരും. അത് ശരി, അത് മാത്രം. അതാണ് അതിനുശേഷം സിനിമ കണ്ടപ്പോഴാണ് മൊത്തത്തില് അതാണ് ഞാൻ ഞെട്ടിച്ചു കളഞ്ഞു. അത് എൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, പൊന്നമ്മ ചേച്ചിയുടെ ഇപ്പം കോട്ടയംകാരിയാണ്, പാലക്കാരി ഒരു അച്ചായത്തിയാണ് പൊന്നമ്മ ചേച്ചി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് തോക്ക് മാത്രമല്ല, പൊന്നമ്മ ചേച്ചിയുടെ ക്യാരക്ടറിന്റെ കയ്യിൽ ഒരു എന്താ പറയുക, ഒരു കുപ്പിയും അല്ലെ ഗ്ലാസും സിഗരറ്റും ഒക്കെ ഉള്ളൊരു ആളായിട്ട് തന്നെയായിരുന്നു റൈഫിൾ ക്ലബ്ബിൽ. അപ്പം അങ്ങനത്തെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടേ ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെയായിരുന്നു അത്? ശരിക്കും പാലക്കാരൊക്കെ നല്ല വീശുന്ന കൂട്ടത്തിലാണെന്ന് അറിയാം. വീശുന്ന കൂട്ടത്തിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ കുറച്ച് ആൾക്കാർ വീശുന്ന ആൾക്കാരാ. അവര് വീശുകയും വലിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു. പക്ഷേ ഇതൊന്നും നമുക്കിതൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഈ പ്രത്യേകിച്ച് സിഗരറ്റ് എടുത്ത് വല്ലപ്പോഴും നമ്മളൊരു ഒന്നും കഴിക്കില്ല നമുക്ക് പറയാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ബിയറായിട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ക്രിസ്മസോ ന്യൂ ഇയറോ ഒക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിലാരും ഷെയർ ചെയ്യാറുണ്ട്. അതല്ലാതെ നമ്മൾ സിഗരറ്റൊന്നും ഞാൻ വലിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ സിഗരറ്റ് വലിച്ചിട്ടില്ല. ആദ്യമായിട്ട് ആ ഷോട്ടിന് വേണ്ടി സിഗരറ്റ് വലിച്ചപ്പോൾ എനിക്കിവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ചുമച്ചു ഭയങ്കരമായിട്ട്. ചുമച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അസ്വസ്ഥത. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഈ പിള്ളേരെല്ലാം ഇത് വലിക്കുന്നത് എങ്ങനെ ഇവർ വലിക്കുന്നത്? ഞാൻ ആലോചിക്കും, അതെങ്ങനെ ഇവരിങ്ങനെ വലിക്കുന്നത്? എനിക്കെന്ത് ബുദ്ധിമുട്ടാണ് അത് വലിച്ചപ്പം. എന്നിട്ട് ഞാനിത് വലിച്ചിട്ട് എൻ്റെ റിയാക്ഷൻസ് ഒക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു ഒട്ടും പിടിക്കാത്ത രീതിയിലുള്ള അതിൻ്റെ ചൊവ്വ, അതിനൊരു പ്രത്യേക ഒരു വായിക്കാത്തതിന് ഭയങ്കര സ്മെല്ലും ഒക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു.
പക്ഷെ ഞാൻ ആ സീനിന് വേണ്ടിയിട്ട് അപ്പോൾ സാധാരണ ഞാൻ ഇങ്ങനെ വലിച്ചപ്പോൾ ഞാനിങ്ങനെ ഫൂന്നൊക്കെ ഇങ്ങനെ ഊതി വിട്ടു. അങ്ങനെയല്ല സിഗരറ്റ് വലിക്കണ്ടേ. അവർ പറഞ്ഞ സിഗരറ്റ് ഇങ്ങനെ വലിച്ച് ഒന്ന് അത് ഉള്ളിലൊന്ന് പിടിച്ച് വെച്ചിട്ട് പിന്നെ അത് മൂക്കിലൂടെ ഇങ്ങനെ വിട്ട് അതിങ്ങനെ ആസ്വദിച്ച് വേണം ചെയ്യാനതൊക്കെ കുറച്ച് പിന്നെ അത് ആ സീനിന് വേണ്ടി നമ്മൾ പഠിച്ചിട്ട് കുറച്ച് നമുക്ക് ശാശ്വതമായ ബുദ്ധിമുട്ടൊക്കെ അന്നേരം ഫീൽ ഉണ്ടായെങ്കിലും നമുക്ക് ആ ഷോട്ടിന് വേണ്ടിയിട്ട് ആ ഒരു സീക്വൻസിൽ നമ്മളത് ചെയ്തു അത് പിന്നെ ഞാനും ദർശനങ്ങളും ഒരു ചിയേഴ്സൊക്കെ അതിനകത്ത് ഞങ്ങൾ തമ്മിൽ പറയുന്നുണ്ട്. പിന്നെ ക്ലാസ്സും അതും എടുത്ത് ഇങ്ങനെ വലിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ മറ്റൊരു എൻട്രി ഒക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഡൈനിങ് സീൻ ഉണ്ട്, ഫസ്റ്റ് ഒരു ഡൈനിങ് സീൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ആക്ടേഴ്സും എല്ലാവരും ഉള്ളൊരു സീനായിരുന്നു. അപ്പം ആ ഒരു സീനിൽ കുറേ യങ് ആൾക്കാരുണ്ട്, ആ കൂടെ പൊന്നമ്മ ചേച്ചി സീനിയറായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഡ്രസ്സെല്ലാം ആയിട്ട് ഞങ്ങളുടെ അപ്പിയറൻസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ആദ്യം എടുത്ത സീൻ അതാണ്. ഫസ്റ്റ് ഷോ ഞങ്ങളുടെ സീനാണത്. അപ്പൊ നിങ്ങളെല്ലാം പരിചയപ്പെട്ടതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു? അതായത് തലേ ദിവസം നമ്മൾ ഡ്രസ്സൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു പല കളറാണല്ലോ, പിന്നെ പല ഡ്രസ്സിൻ്റെ ഫാഷനാണെങ്കിലും പല രീതിയിലുള്ളത്. അപ്പം ആദ്യം ആ ദിവസം ഒരു ദിവസം കംപ്ലീറ്റ് ഡ്രസ്സിൻ്റെ ഇതായിരുന്നു. എല്ലാവർക്കും ഡ്രസ്സിൽ തയ്ച്ച് എല്ലാം സെറ്റ് എല്ലാ ക്യാരക്ടേഴ്സ് ആക്കിയതിന് ശേഷമാണ് പിറ്റേ ഷോട്ട് എടുക്കുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് ആ ഒരു ഫസ്റ്റ് ഷോട്ട് തന്നെ. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിലെ ഏകദേശം 300-ലധികം സിനിമകളിലൂടെയാണ് പൊന്നമ്മ ചേച്ചി വന്നത്. ചെറുതും വലുതുമായ ഒരുപാട് ക്യാരക്ടേഴ്സ്. 450 കിടക്കുന്ന 300 പടം കുഴപ്പമൊന്നുമില്ല, ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് മതി. അതെ, 450 സിനിമയിൽ അധികമായിട്ടുണ്ട്. അതിനു മുന്നേ നാടകരംഗം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും മലയാള സിനിമയിൽ തിളങ്ങി നിന്ന അതായത് 2 പൊന്നമ്മമാരായിരുന്നു. ഒന്ന് കവിയൂർ പൊന്നമ്മ ചേച്ചിയും അതുപോലെ തന്നെ പൊന്നമ്മ ബാബു പൊന്നമ്മ ചേച്ചിയും. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും പേര്, ഈ പേര് ഇങ്ങനെ രണ്ടുപേരെ ഒരേ സാമ്യമുള്ള പേരുകൾ വന്നത് ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടുണ്ടായിരുന്നോ? സിനിമ ചേച്ചി എല്ലാവരും ചോദിക്കാൻ ചേച്ചിയുടെ അനിയത്തിയാണെന്നല്ലോ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കണേ? ചേച്ചി ഒരു വീട്ടിൽ ഒരാൾക്ക് ചേർത്തിക്ക് അനിയത്തിയോടത്തിന് അവർക്ക് ഒരേ പേരിടുമോ? ചിന്തിക്കുന്നില്ല, അത് ചിന്തിക്കണ്ടേ ചോദിക്കുന്നവർ. അപ്പോൾ അത് ചോദിക്കുന്നില്ല. ഓൾറെഡി ചേച്ചി ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനാണ്. മനസ്സിലായി. ഞാൻ പൊന്നമ്മ മാത്യു ആയിരുന്നു കല്യാണത്തിന് മുന്നേ. കല്യാണം കഴിഞ്ഞപ്പോഴാണ് പൊന്നമ്മ ബാബു ആയത്. ചേച്ചി കബീർ പൊന്നമ്മ. സിനിമ പേരാൻ ചോദിച്ചാൽ സിനിമയ്ക്ക് വേണ്ടി പേര് മാറ്റിയതാണെന്ന് ഒരിക്കലുമല്ല. എൻ്റെ പേര് ഓൾറെഡി ഞാൻ പൊന്നമ്മയും തന്നെയാണ് എൻ്റെ പേര്. അപ്പോൾ ആ സിനിമയിൽ വന്നപ്പോൾ ഞാൻ പൊന്നമ്മ ബാബുവായി. അപ്പോൾ ചേച്ചിയോട് ചോദിക്കാൻ അനീതിയാണോ മോളാണോ, അപ്പോൾ കബീർ പൊന്നമ്മയുടെ അനീതിയാണോ കബീർ പൊന്നമ്മയുടെ മോളാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഇതെന്നോ ഒരു വീട്ടിലെ ഒരാൾക്ക് രണ്ട് പേരൊക്കെ ഇടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നേരാണല്ലോ. അപ്പോഴും അവർക്ക് കത്തുന്നേ. അങ്ങനെ പലരും ഞങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു അമ്മ ഞാൻ ചേച്ചിയെ കണ്ടല്ലേ സിനിമയിൽ വരണത്. നമ്മുടെ ഒരു എന്താ പറയണത്, നമ്മുടെ അവരെ കണ്ടൊക്കെയാണ് കിളി ചേച്ചി, പൊന്നമ്മ ചേച്ചി, മീന ചേച്ചി, വിലോമന ചേച്ചി, ഇവരെയൊക്കെ കണ്ടാണ് നമ്മൾ സിനിമയിൽ വരണത്. നമ്മൾ അവരോടൊപ്പം ഞാൻ സിനിമ അഭിനയിക്കുന്നു, ഞാൻ സിനിമയിൽ വരുന്നു എന്ന് വിചാരിച്ചിട്ടില്ലാത്ത ഒരാൾ ഒരു സുപ്രഭാതം ഞാനെല്ലാം കണ്ട് ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുപോയിരുന്ന് കണ്ടിങ്ങനെ ഇങ്ങനെ എൻ്റെ ചെറുപ്പകാലം ഞാൻ പറയണേ. എൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ ഞാൻ അഭിനയിക്കും. ഞാനിങ്ങനെ സിനിമ കാണുമ്പോൾ ഈ പറയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ നാളെ അവരിലൊരാളാകുന്നു, അവരോട് അഭിനയിക്കുന്നത് ഞാൻ അറിയുന്നേ ഇല്ലല്ലോ. കാലം കൊണ്ട് എത്തിച്ചത് കണ്ടോ. കാലം എനിക്ക് അവരുടെ സ്നേഹം എനിക്ക് കിട്ടി. അവരെന്നെ നന്നായിട്ട് അവർ സ്നേഹിച്ചു എന്നെ. പൊന്നമ്മ ചേച്ചി ആയാലും ലളിത ചേച്ചിയൊക്കെ ആയാലും വിലോമന ചേച്ചി ആയാലും. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ തന്നെ, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അഭിനയ രംഗത്തേക്ക് നാടകരംഗത്തേക്ക് കടന്നു വന്നിരുന്നു പൊന്നമ്മ ചേച്ചി. അപ്പം നമ്മളൊക്കെ ഇപ്പം സിനിമ സ്വപ്നം കാണുന്ന ആ ഒരു സമയമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയത്തിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു ചൈൽഡ്ഹുഡിൽ തന്നെ സിനിമാ രംഗത്തേക്ക് അല്ലെങ്കിൽ ലൈവ് സ്റ്റേജിലേക്കാണ് വരുന്നത്. നാടകരംഗത്തേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ഒരിക്കലും സിനിമ കൊച്ചിലൊന്നും സ്വപ്നം കണ്ടിരുന്നില്ല. ഞാൻ ഡാൻസറായിരുന്നു ചെറുപ്പത്തിൽ. നന്നായിട്ട് ഡാൻസ് ചെയ്യും, കോമ്പറ്റീഷന് മത്സരിക്കും, സ്കൂൾ ലെവലിൽ മത്സരത്തിന് പോയിട്ടുണ്ട്, ഒരുപാട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് പ്രൈസും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഒരു സിനിമയിൽ വരണമെന്നും. പിന്നെ ആഗ്രഹിച്ചത് മിസ് കുമാരിയുടെ ബ്രദറായിരുന്നു. അവരുടെ സിസ്റ്റർ മിസ് കുമാരി അവരുടെ സിസ്റ്ററാണല്ലോ. അപ്പോൾ പറയാം നമ്മുടെ നാട്ടിൽ അപ്പം ഇവള് 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇവളെ കൊണ്ടുവരണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എനിക്കൊക്കെ സിനിമ കാണാനായിരുന്നു ഇഷ്ടം അന്ന്. എനിക്കങ്ങനെ ഒരു അഭിനയത്തൊരു സിനിമ അങ്ങനെയൊന്നും എൻ്റെ ഉള്ളിലോട്ടേ വന്നില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ 27ാമത്തെ വയസ്സിലാണ് ഞാൻ പിന്നെ സിനിമയിൽ വരുന്നത്. അത് ക്യാരക്ടർ റോള് ചെയ്ത് പടനായകൻ ദിലീപിൻ്റെ
കുട്ടേട്ടനും ദിലീപുമാണ് അതിനകത്ത് 2 ഹീറോമാർ. 96 95-96 ഓർമ്മയില്ല. ആ വർഷം ഞാൻ വരുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ കല്യാണവും നടന്നു. ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിച്ചു. ഇപ്പം മക്കളൊക്കെ ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പം ഞാൻ എല്ലാവരും ചോദിക്കും, ആഹാ 3 മക്കളുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് 4 കൊച്ചു മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, വളരെ ചെറുപ്പത്തിലേ ഞാൻ കല്യാണം കഴിച്ചു. ഇപ്പൊ പറഞ്ഞപ്പോഴാണ്, അതായത് ഈ പെൺകുട്ടികളൊക്കെ കല്യാണത്തെ പറ്റിയൊക്കെ ആലോചിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ 16 വയസ്സിൽ പൊന്നമ്മ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞു, അതോ ഞാൻ ആലോചിച്ചേ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു. എനിക്ക് 3 നേരത്തെ കല്യാണം കഴിച്ചത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഞാനും പറയാം, ഞാൻ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു, എനിക്ക് 3 മക്കളും ഉണ്ടായി. പിള്ളേർ വളർന്ന കൂട്ടത്തിൽ ഞാനും അങ്ങ് വളർന്നു. പിന്നെ ഞാൻ പറയുന്നതാ, പിള്ളേർ വളർന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ വളരുന്നേ. പിള്ളേരുടെ കൂടെ പിന്നെ എൻ്റെ വളർച്ച പിന്നെ പിള്ളേരോടൊപ്പമാ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് എന്നോടുള്ള മക്കളുണ്ട്, എനിക്ക് കൊച്ചുമക്കളുണ്ട് എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ. അതെ, പൊന്നമ്മ ചേച്ചി കണ്ടാൽ തന്നെ ആ ഒരു ഹാപ്പിനെസ് നമുക്കും കിട്ടുന്നുണ്ട്. ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ബാബു ചേട്ടനാണെങ്കിലും ഓൾറെഡി നാടകരംഗത്തുണ്ടായിരുന്നു, നാടക രചയിതാവായിരുന്നു. അപ്പം നിങ്ങളുടേത് എങ്ങനെയായിരുന്നു? ലവ് മാരേജ് ആയിരുന്നോ? ചെറുപ്പത്തിൽ ഞാൻ ലവ് മാരേജ് ആയിരുന്നു. പക്ഷേ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് നാടകരചന. അതെ, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് എൻ്റെ ഹസ്ബൻഡ്. ഇപ്പം കവിയൂർ പൊന്നമ്മ ചേച്ചി ആണെങ്കിലും ലളിതാമ്മയാണെങ്കിലും സുകുമാരിയമ്മയൊക്കെ ആണെങ്കിലും ഒരുപാട് അമ്മവേഷങ്ങൾ അനശ്വരമാക്കിയ താരങ്ങളാണ്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ അമ്മവേഷങ്ങളാണ് പൊന്നമ്മ ചേച്ചി ചെയ്തിട്ടുള്ളത്. കാരണം പരിഷ്കാരിയായ അമ്മ, അല്ലെങ്കിൽ കുറച്ച് പൊങ്ങച്ചമൊക്കെ ഉള്ള ഈ പാലക്കാരി അച്ചായത്തിയുടെ ഈ ഒരു പരിഷ്കാരി ലുക്കൊക്കെ കണ്ടിട്ടാണോ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ആദ്യം തന്നെ അങ്ങ് കൊണ്ടുപോയത് ഡയറക്ടേഴ്സ്? എനിക്ക് ഈ വ്യത്യസ്തത വേഷം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സുകുമാരിയമ്മ വളരെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തൊരു ആർട്ടിസ്റ്റ് അല്ലേ? സുകുമാരിയമ്മയ്ക്ക് ശേഷം ആരെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടേ? പിന്നെ നമ്മുടെ മീന ചേച്ചി പഴയ നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അവരെയൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അവരുടെ പടങ്ങളൊക്കെ കണ്ട്, പഴയ പടങ്ങൾ കണ്ടറിയാം. അവരൊക്കെയാണ് വ്യത്യസ്ത വേഷങ്ങൾ മലയാള സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സുകുമാരിയമ്മയാണ് അമ്മയായാലും അമ്മായി കുശമ്പത്തി ആയാലും താടകയായാലും കോമഡി ആയാലും വില്ലത്തി ആയാലും എല്ലാം സുകുമാരിയമ്മ അന്ന് പക്കാ സെൻറ്റിമെൻറ്റ്സ് ചെയ്യാനുള്ളതൊക്കെ എല്ലാം അവരാഫ്റ്റ. നമ്മുടെ പൊന്നമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ പൊന്നമ്മ ചേച്ചി സായിയായ ഒരു അമ്മയാണ്. അതിനപ്പുറത്തൊരു പൊന്നമ്മ ചേച്ചിക്ക് ഒന്നും ചെയ്താൽ ജനം സമ്മതിക്കില്ല. അങ്ങനെ അമ്മയാക്കി മാറ്റി. എനിക്ക് ആ ഒരമ്മയിൽ അങ്ങനെ ആവണ്ട. എനിക്ക് ഇങ്ങനെ വ്യത്യസ്തത വരുത്തുന്ന നല്ല കഥാപാത്രങ്ങൾ, നല്ല ഡെപ്തുള്ള, നല്ല എന്താ പറയണ, നല്ല ടച്ചിങ് ആയിട്ടുള്ള നല്ല ബലമുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. എനിക്കതാണ് ആഗ്രഹം. ഇനിയുള്ള എൻ്റെ ഒരു ചുവടുവയ്പ്പും ഇനി എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ഒരു യാത്രയും നല്ല ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. എനിക്കൊന്ന് 1982 എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഹീറോയിനായിട്ട് മേനക ചേച്ചി ആയിരുന്നു. എന്നാൽ അങ്ങനെ അടുത്ത കാലത്താണ് അറിഞ്ഞത് അതിൽ ശരിക്കും ആദ്യത്തെ ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത് പൊന്നമ്മ ചേച്ചീനെ ആയിരുന്നു. അപ്പം ഇത്രയധികം വ്യത്യസ്തമായ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ, അല്ലെങ്കിൽ നാടകരംഗത്ത് തൊട്ടേ കടന്നു വന്ന ഒരാൾ, പിന്നീട് എങ്ങനെയാണ് ആ ഒരു കാസ്റ്റിൽ നിന്നും ആ ഒരു നായിക സ്ഥാനത്തു നിന്നും മാറ്റം സംഭവിച്ചത്? എങ്ങനെയാണ്? ഒരിക്കലും മോഹൻലാലിൻ്റെ നായികയായിട്ടല്ല. നിങ്ങളങ്ങനെ ഒരിക്കലും നിങ്ങൾ മീഡിയ അങ്ങനെ പറയരുത്. കാരണം അന്ന് ശങ്കറിൻ്റെ നായികയായിട്ടാണ് പത്തനംതിട്ട സാർ ആ സമയത്ത് നോക്കി. ശങ്കറാണ് ഹീറോ. അന്ന് ലാലേട്ടനടുത്ത് കൊച്ചു വേഷമാണ്. ഇന്നത് മീഡിയയ്ക്ക് പറയാൻ നോക്കുമ്പം ഇന്ന് മോഹൻലാലാണ് ഹീറോ. ഇത് ശങ്കർ ഇന്നിപ്പം ഇച്ചിരി ശങ്കർ അപ്പം അധികം പടത്തിലില്ലല്ലോ. ശങ്കറിൻ്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് അങ്ങോട്ട് ഇതാവില്ല. ആകുമ്പോൾ അവർ ലാലേട്ടൻ്റെ പേരെടുത്തിടും. അതല്ല, ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഞാൻ തിരുത്തുന്നുണ്ട്. എന്നെ അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് വീട്ടിൽ വന്നിട്ട് പുത്രൻ സാർ എൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്ന് പറയും, ഫോട്ടോ എടുക്കുക വന്ന്. ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് ആരോ അറിഞ്ഞ് കേട്ട് സാറ് വന്ന വീട്ടിൽ. അപ്പോൾ ഞാനതിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഇരുന്നത് അമ്മയായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കണം വന്നത്, സ്റ്റാർ സ്റ്റുഡിയോയിൽ ഫോട്ടോസൊക്കെ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതങ്ങോട്ട് പോയി. പിന്നെ ഫോട്ടോയ്ക്കൊക്കെ നിന്നില്ല. അതിനുള്ളിൽ ഞങ്ങളുടെ പെട്ടെന്നൊരു കല്യാണവും കാര്യങ്ങളും എല്ലാം അല്ല ഫോട്ടോ എടുത്തു കേട്ടോ. സ്റ്റാർ സ്റ്റുഡിയോയിൽ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഈ സിനിമയുടെ ഒരു വാല്യോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ അതൊന്നും എൻ്റെ മനസ്സിലേ കയറിയിട്ടില്ല. അതാ ഞാൻ പറയണേ, എൻ്റെ ആ കൊച്ചു പ്രായത്തിൽ എൻ്റെ മനസ്സിൽ അതൊന്നും കയറിയിട്ടില്ല. ഈ സിനിമ എന്നൊന്നും ഉള്ള സ്വപ്നമൊന്നും. ഒരു പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നൊരു പക്ഷേ ആ വിവാഹം ഒന്നും നടക്കില്ല. അപ്പം നാടിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് പൊന്നമ്മ ചേച്ചി? നാട് എപ്പോഴും ഒരു ഫീല് ഇതല്ലേ നമുക്ക്. അച്ഛനമ്മയും ജീവിച്ചിരുന്നപ്പോൾ ഉള്ള നാട് എന്നൊക്കെ. എൻ്റെ അച്ഛനമ്മയൊക്കെ പോയി, ആരും ഇതേ ഉള്ളൂ. പിന്നെ അൽഫോൻസാമ്മ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു
വേൾഡിൽ അറിയപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ സ്ഥലം. നമ്മുടെയൊക്കെ ഒരു പുണ്യവതി നമ്മുടെ നാട്ടിൽ അഭിമാനത്തോടെ നമുക്ക് പറയാൻ ഒരു കാര്യമുള്ളത് വിശുദ്ധ അൽഫോൻസാമ്മയുണ്ട് നമുക്ക്. നാളെപ്പോഴും ഒരു നമുക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ളിടത്ത് പോയിടത്തുള്ള കാലം നമുക്ക് എപ്പോഴും നഷ്ടമുള്ള ചെയ്യും, നമുക്ക് ഭയങ്കര അതൊരു വിഷമം വരും. അപ്പോൾ നാടിനെ പറ്റി പറഞ്ഞു, കോട്ടയംകാർക്ക് ഏറ്റവും അഭിമാനിക്കുന്ന പാലക്കാർക്കാണ് ഒരുപാട് ഫുഡുകളൊക്കെ ഉള്ളത് പൊന്നമ്മ ചേച്ചി. കാരണം പൊന്നമ്മ ചേച്ചി നാടിനെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് ഇമോഷണൽ ആവുന്നു. അതെ, അമ്മ അച്ഛനും പോയ ആ പെട്ടെന്ന് ഫീൽ അതൊക്കെ കണ്ണു നിറഞ്ഞേ. കുഴപ്പമില്ല, പറഞ്ഞു. അതിലേക്ക് ഞാൻ ഒന്നുകൂടി വരികയാണ്. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു പൊന്നമ്മ ചേച്ചി 10ാം ക്ലാസ്സിൽ തന്നെ നാടകരംഗത്തേക്ക് കടന്നു. അതിന് മുന്നേ ഉള്ള ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഒരു പെൺകുട്ടി ആ പ്രായത്തിൽ കടന്നു പോകുന്നതിനേക്കാൾ ഒരുപാട് സ്ട്രഗിൾസ് പൊന്നമ്മ ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ട്രഗിളൊന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 മക്കളുണ്ടായി. 14-15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ ഞങ്ങളുടെ പൂഞ്ഞാർ അവതാരം നാടകത്തിൽ വരുന്നത്. അത് വരാൻ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സൊക്കെ അവിടെ ഫ്ലോപ്പായി. ആ സമയത്താണ് ഭാര്യ എന്ന് പറയുന്നത് നമ്മളവിടെ തലപൊക്കുന്നത്. അതുവരെ നമ്മളെ എങ്ങും ഒരു ഉപ്പ് മേടിക്കാൻ പോലും ഞാൻ വെളിയിൽ പോയിട്ടില്ല, എന്നെ വിട്ടിട്ടില്ല, വെളിയിൽ പോയിട്ടില്ല. ഞാൻ കലാരംഗത്ത് വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വന്നപ്പോഴാണ് ഞാൻ കലാരംഗത്ത് വരുന്നത്. ഇന്നും എൻ്റെ ഹസ്ബൻഡ് ആ രീതിയിൽ തന്നെ നിന്ന് പോവുകയാണെങ്കിൽ ഞാൻ ഇന്നും ഒരിടത്തും ഉണ്ടാവില്ല, ഞാൻ ആ കുടുംബത്തിൽ തന്നെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ നാടകത്തിൽ വരികയും നാടകത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്, നാടകത്തിൽ നിന്ന സമയത്താണ് എനിക്ക് സിനിമ വരുന്നത്. ഞാൻ സിനിമ അന്വേഷിച്ച് പോയിട്ടില്ല, സിനിമ എന്നെ തിരക്കി വന്നതാണ്. ഒരു നാടക സ്റ്റേജിൽ എറണാകുളം ഫൈനാൻസ് ഹാളിൽ എപ്പോഴും ആ ഫൈനാൻസ് ഹാളിൻ്റെ അവിടെ അതിലെ പോയി ഞാൻ എപ്പോഴും ഓർക്കും. അത് എത്ര വർഷം കഴിഞ്ഞാൽ അതിലെ പോയാലും ഞാൻ ഓർക്കുന്നത് ഇത് ഇവിടെ നിന്നാണല്ലോ എന്നെ വന്ന് സിനിമാക്കാർ പിടിച്ചോണ്ട് പോയത്, അങ്ങനെ ഓർക്കും. അതിനകത്ത് നാടകം കണ്ടപ്പോൾ എന്നെ വന്ന് വിളിച്ചൊരു പ്രൊഡ്യൂസർ നാടകം കാണാനുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് സിനിമയിലൊക്കെ ഒന്ന് അഭിനയിച്ചു കൂടെ എന്ന് ചോദിച്ചു. അന്നേരം അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതില്ല, അവൻ ഞങ്ങളുടെ സമിതിയല്ലേ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് നാടകം ഉള്ളതുകൊണ്ട് ഒരു വർഷത്തിൽ സിനിമ ഉണ്ടെന്നും പറഞ്ഞ് നാടകം ഇട്ടിട്ട് പോയാൽ നാടകം ബാക്കി ആര് കളിക്കും? അത് മെയിൻ റോൾ കളിക്കേണ്ട ഞാൻ, അതും ശക്തമായ സ്ത്രീ കഥാപാത്ര നായികയായിട്ട്, ദേവയാനിയായിട്ട്, യയാതി ദേവയാനിയാ കഥ. അപ്പോൾ ഡാൻസ് ഒരു ഫുൾ നൃത്തവും ഉണ്ട് സ്റ്റേജിൽ, കച്ചൻ്റെ മുന്നിൽ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ ഞാൻ നിൽക്കുന്ന നേരത്ത് ഞാൻ സിനിമയുടെ പുറകെ പോയി എന്നെയും മറ്റുള്ളവർ നാടകം മുടങ്ങി പോകില്ലേ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞില്ല പോകാൻ പറ്റത്തില്ല, അല്ല ഇപ്പോൾ ഇല്ല, അതിപ്പം നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞു വിട്ടു. പിന്നീട് അത് കഴിഞ്ഞ് ആ നാടകം ആ വർഷം കഴിഞ്ഞപ്പോൾ വാചരം പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ വേണേൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എനിക്ക് നമ്പറൊക്കെ തന്നിട്ടാണ് പോയി. അപ്പോഴാണ് ആ പുതിയ പടം തുടങ്ങുന്നത്, രാജൻ ബി ദേവിൻ്റെ ആയം പറഞ്ഞ പടം, നായകൻ്റെ പടം. അദ്ദേഹം വരുന്നത്. ഇപ്പോൾ നാടകത്തെ പറ്റി പറഞ്ഞപ്പോഴാണെങ്കിലും സിനിമ പോലെയല്ല നാടകം, കാരണം ലൈവായിട്ട് സ്റ്റേജിൽ നിന്ന് ഡയലോഗ്സ് എല്ലാം പറയണം. അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റേജിലേക്ക് ഇങ്ങനെ ലൈവായിട്ട് കയറി. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഡയലോഗ് കാര്യങ്ങളൊക്കെ, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? മറന്നുപോയതോ, നിന്ന് അരിമണി പെറുക്കിയതോ? ബാബുവിൻ്റെ നാടകത്തിനകത്ത് ഇത്ര ഉള്ള കുട്ടിപ്പാവാടയും ചെറിയ ബ്ലൗസും ഇട്ട് 14-15 വയസ്സുള്ള സമയത്തുള്ള ഒരു നാടകമാണ് ഞാൻ കളിച്ചേ. എനിക്ക് അന്നേ ഞാൻ ഡയലോഗ് പറഞ്ഞിട്ട് അന്ന് എൻ്റെ റോസി എന്ന എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അന്ന് ആ നാടകത്തിൽ എനിക്ക് ഭയങ്കര അഭിപ്രായം ഉണ്ടായിരുന്നു. അയ്യോ ആ മോള് നന്നായിട്ട് നാടകം കളിച്ചു കേട്ടോ, നന്നായിട്ട് നാടകം കളിച്ചു. അന്നേ ആ നാടകത്തിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ബാല്യത്തിൽ കളിച്ച കാര്യം ഞാൻ പറയണേ. അതിനുശേഷമുള്ള പിന്നീട് ഞാൻ കല്യാണം കഴിഞ്ഞു, ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ വന്ന് പിള്ളേരായി, പിന്നെ അവിടുന്ന് ഞാൻ ഒരു അമ്മയായി. പിന്നെ ഞാൻ പോയി സാരിയൊക്കെ ഉടുത്തിട്ടാണ് പിന്നീട് ഞാൻ പൂഞ്ഞാർ നവസാരയിൽ പോയി നാടകത്തിൽ നായികയായിട്ട് അഭിനയിക്കണേ. അതിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഹസ്ബൻഡ് വീണ്ടും നാടകം എന്ന രീതിയിൽ തുടങ്ങി. ആ നാടകം ഈ യയാതിയുടെ നാടകം കളിക്കുകയും അതിലാണ് ഫുൾ കജൻ്റെ മുന്നിൽ ഡാൻസ് ചെയ്യുകയും കഥച്ചിട്ടൊക്കെ ഡയലോഗ് ശരിക്കും കഥച്ച ഡയലോഗ് എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്ത് തീർന്നിട്ട് കജൻ ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് എഴുന്നേക്കും. അപ്പം ഞാൻ ജതിയോട് കൂടിയുള്ള ഒരു ഡാൻസാണ്. അപ്പം കലാമണ്ഡലം ഗോപി സാറെ ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന ഡാൻസ്. അപ്പം ഞാൻ ഉടനെ ഈ അണച്ചു പറയുന്നുണ്ട്, മുഖശ്രുതി ഞാൻ ഏറെ നാളായി കൊതിക്കുന്നു, ഞാനപ്പോൾ സന്തോഷിക്കാറുണ്ട്. ഞാൻ കിതച്ച ഡയലോഗ് ഞാൻ ഡയലോഗ് പറയുന്നത് എനിക്ക് പറയാൻ പറ്റണം. കാരണം ഞാൻ വായിൽ ഗ്ലൂക്കോസ് ഇട്ടാണ് ഡാൻസ് കളിക്കാൻ കയറുന്നത് ലൈവായിട്ട്. നമുക്ക് സിനിമയുടെ പോലെ ഒരു സിനിമ അടുത്ത അങ്ങനെയല്ല എടുത്തുകൊണ്ടിരുന്നത്. ഇത് ലൈവ് കംപ്ലീറ്റ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒന്നും നമുക്ക് കട്ടോ
ഒന്നും നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. തെറ്റിയെടുത്ത് കിടന്ന് കൊണ്ട് കളിച്ച് രക്ഷപ്പെട്ട് നിൽക്കാന്നല്ലാതെ പക്ക ഓഡിയൻസ് അടുത്ത് നമുക്ക് നിൽക്കുക. നല്ല കഥാപാത്രമാണ്, എനിക്ക് ചെയ്യാനുണ്ടോ എന്നുള്ള നോക്കിന് മാത്രമേ ഞാൻ കൈ കൊടുക്കുള്ളൂ. അല്ല ചാടി കയറി സീരിയൽ എന്ന് പറയുമ്പോൾ ബാഗ് എടുത്ത് ഓടുന്ന ആളല്ല ഞാൻ. എനിക്ക് നല്ല കഥയാണോ വേറിട്ടതാണോ നിൽക്കുന്നതാണ് മാത്രമാണ് ഞാൻ അതിൻ്റെ കൈ കൊടുക്കും. അപ്പം നമുക്ക് അഭിനയം എവിടെയായാലും നമുക്ക് ഒരേപോലെയാണ്. അത് മിനി സ്ക്രീനെന്നില്ല, ബിഗ് സ്ക്രീനെന്നില്ല. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ബിഗ് സ്ക്രീനിനെയാണ് സ്നേഹിക്കുന്നത് കൂടുതലും. എന്നാലും മലയാള സിനിമയിൽ ഇപ്പം നായികാ സങ്കല്പങ്ങളിൽ പെട്ടൊരു നായികയായിരുന്നു പൊന്നമ്മ ബാബു ആണെങ്കിലും. കാരണം ഇപ്പം ചെറുപ്പകാലത്തിലാണെങ്കിലും ഒരുപാട് മുടിയും അതുപോലെ തന്നെ നിറത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരു നായികയ്ക്ക് എന്തൊക്കെയുണ്ട് അതെല്ലാം ഉണ്ടായിട്ടും ഒരു നായികയായി മാറാൻ പറ്റിയില്ല എന്നുള്ള വിഷമം എപ്പോഴെങ്കിലും? ഒട്ടുമില്ല. ഞാൻ ആകാഞ്ഞ് നന്നായി. ഞാൻ വന്നത് എല്ലാം കറക്റ്റ് സമയത്താണ്. എന്നെ ദൈവം എത്തിച്ചത് കല്യാണം. ഞാൻ ചെറുപ്പത്തിലേ കല്യാണം എല്ലാം ആകാതെ നടന്നുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമല്ലേ. അത് ഇപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ. എൻ്റെയൊക്കെ പ്രായത്തിലുള്ള പിള്ളേരുടെ മക്കളുകളൊക്കെ കോളേജിൽ അവരോടൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. എൻ്റെ കൂടെ പഠിച്ച് അധികം താമസിച്ച് കല്യാണം 22 വയസ്സ് 21 വയസ്സായി കല്യാണം കഴിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ മക്കളൊക്കെ കോളേജിലെല്ലാം പഠിക്കുന്നേ ഉള്ളൂ. ഞാനതാണോ? ഞാൻ എൻ്റെ മക്കളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് കല്യാണം കഴിച്ച് എല്ലാം സെറ്റിലായി. എല്ലാവർക്കും ഒരാൾക്ക് എൻ്റെ മൂത്ത മോൾക്ക് 3 കുട്ടികളായി. എൻ്റെ ഇളയ മോൾക്ക് 1 കുട്ടിയായി. എൻ്റെ മോൻ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ കല്യാണം കഴിക്കാതെ അങ്ങനെ നിൽക്കുക. നമ്മളെ വേണം അറ്റെണ്ണം കൊടുക്കാൻ. കല്യാണം കഴിക്കാത്ത ഇപ്പോഴത്തെ ആൺപിള്ളേർ ഏതാ ഞാൻ ചോദിക്കണേ. പണ്ടൊക്കെ ഇപ്പോഴത്തെ ആൺപിള്ളേരും പെൺപിള്ളേരൊന്നും കല്യാണം കഴിക്കുന്നില്ല. എനിക്കതാ മനസ്സിലാവാത്ത. ഞാനൊക്കെ 16 വയസ്സിലെ കല്യാണം കഴിച്ചതുകൊണ്ടല്ലോ. ഇപ്പൊ പെൺപിള്ളേരുകളൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ കിട്ടുന്നില്ല. ഇപ്പം അവർക്ക് കല്യാണം ഒന്നും വലിയ പ്രശ്നമല്ല. അവർക്കൊന്നും അവർ തന്നെ ഒന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. എനിക്ക് കല്യാണം എന്ന് പറയുന്നത് പ്രശ്നമാവാറുണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ? മോളെ അത് എൻ്റെ അനുഭവമല്ലേ മോളെ, എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മോളുടെ അനുഭവം വന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ എങ്ങനെ മറ്റുള്ള കാര്യം അറിയാതെ പറയുന്നേ? അങ്ങനെ പറയുന്നത് തെറ്റല്ലേ? എനിക്കറിയത്തില്ലല്ലോ. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. വേറെ ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ പറയും. ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. എൻ്റെ ഒരു മോളെ പോലെ കണ്ട് പറയാം, എൻ്റെ മോളെ എല്ലാം ഞങ്ങൾ തമ്മിൽ തെറ്റി. അപ്പോൾ എന്താ മോളെ അത് പരസ്പരം നിങ്ങളെങ്ങനെ ചേർന്ന് പോകാൻ നോക്ക്.